നമ്മുടെ ദൈവത്തിന് നിങ്ങളുടെ നേർച്ചകളോ കാഴ്ചകളോ തിരി കത്തിച്ചുള്ള വെട്ടമോ ഒന്നും വേണ്ട. കാരണം സകലവും സൃഷ്ടിച്ച നമ്മുടെ ദൈവമാണ്. സൂര്യചന്ദ്രങ്ങളെ സൃഷ്ടിച്ച ദൈവത്തിന്, അല്ലെ സകലചരാചരങ്ങളെ സൃഷ്ടിച്ച ദൈവത്തിന്, സകലത്തിന് അധിപതിയായ ദൈവത്തിന് നമ്മുടെ ധനമോ നമ്മുടെ തിരിയുടെ വെട്ടമോ ഒന്നും ദൈവത്തിന് ആവശ്യമില്ല. ദൈവത്തിന് ആവശ്യമുള്ളത് തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നു. എന്ന് വെച്ചാൽ ഏതേൻ തോട്ടം നഷ്ടപ്പെട്ട നിത്യജീവൻ വീണ്ടും തരുവാൻ വേണ്ടി ആ സ്വർഗ്ഗത്തിൽ നിന്ന് അയച്ച് തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് അവനെ കൈക്കൊണ്ട് അവനിലൂടെ ആ നിത്യജീവൻ അവകാശമാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ പിതാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നുള്ളൂ. തിരുവചനം പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം 3-16 തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കാണ്ട് ദൈവം ക്രിസ്തുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. മറ്റാരിലുമല്ല കർത്താവ് മറ്റൊരു മധ്യസ്ഥനോ മറ്റൊരു ദൈവങ്ങൾക്കോ മറ്റൊരു ആർക്കും നമുക്ക് ആ നിത്യജീവൻ വീണ്ടും തരാൻ സാധിക്കത്തില്ല. കർത്താവ് യേശു ക്രിസ്തുവിലൂടെ മാത്രമേ ഉള്ളൂ. അതിനാണ് തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി അയച്ചത്. ആ ക്രിസ്തുവിനെ കൈക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അധികാരം കൊടുത്തു. എന്നുവെച്ചാൽ ആ ഏതേൻ തോട്ടത്തിൽ ആദം നഷ്ടപ്പെട്ട ആ പുത്രത്വം എന്ന അവകാശം, മക്കളെന്ന അവകാശം നമുക്ക് വീണ്ടും തരുവാൻ വേണ്ടി ക്രിസ്തു വന്നെങ്കിൽ ആ ക്രിസ്തുവിനെ കൈക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവർക്കും ജാതി മത വർഗ ലിംഗ വർണ്ണ വ്യത്യാസമില്ലാതെ ഏവർക്കും ദൈവ മക്കളായിത്തീരും അധികാരം കൊടുത്തിരിക്കുന്നു എന്ന് തിരുവചനം പറയുന്നത്. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാ നിറവ് പ്രാപിച്ച് അപ്പസ്തലന്മാരുടെ ഉപദേശം കേട്ടും അപ്പം ഞുറുക്കി കൂട്ടായ്മ അയച്ച് ആത്മീയ ജീവൻ നമ്മൾ നയിക്കാം. ആ കർത്താവിൻ്റെ വരവിൽ നമുക്ക് കർത്താവിനോട് സ്വർഗ്ഗത്തിലേക്ക് എടുക്കപ്പെടാം. അതിനെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.